ഗുഡ് മോർണിംഗ്. PSC ആസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പോലീസ് സർവീസിലുള്ള അല്ലെ ഫോറൻസിക് സയൻസ് ലാബുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഏതാണ് പോസ്റ്റ്? സയൻറ്റിഫിക് ഓഫീസറാണ്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ PSC ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരുന്നു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സിലബസ് നോക്കിയാൽ കാണാം. മെയിൻ ടോപ്പിക്സ് എന്താണ്? ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെ, ദാറ്റ് മീൻസ് PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു HSST എക്സാമിൻ്റെ ഒരു പ്രതീതി ആയിരിക്കും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച് പോകേണ്ടതെന്നാണ് പറയാനുള്ളത്. എന്നാൽ നമുക്ക് അതിന് HSA എക്സാമിന് നമുക്കറിയാലോ PG ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ വന്നത് അല്ലേ? HSA എക്സാമിന് കൂടുതൽ PG ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ HSSTക്ക് പഠിച്ച ആളുകൾക്ക് HSA നന്നായി എഴുതാൻ പറ്റിയതാണ്. കൂടുതൽ ആളുകളും അതിനുവേണ്ടി പഠിച്ച ആളുകളാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളതും. എനിവേ, ഇതൊരു വളരെ അട്രാക്റ്റീവ് ആയുള്ളൊരു ജോബാണ്. 16 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നോട്ടിഫിക്കേഷനിൽ. പക്ഷേ വേക്കൻസി ഫ്യൂച്ചറിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് ഒരു 2-3 കൊല്ലം നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നിയമനങ്ങൾ നടക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു MSc ഫിസിക്സ് അല്ലെ ബിരുദധാരികയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പോസ്റ്റാണത് അല്ലേ? MSc ഫിസിക്സ് കഴിഞ്ഞ ആളെ സംബന്ധിച്ച്. ഇതുപോലെ തന്നെ MSc കെമിസ്ട്രി കഴിഞ്ഞ ആൾക്കും MSc ബയോളജി മീൻസ് ബോട്ടണി ഓർ സുവോളജി കഴിഞ്ഞ ആൾക്കും വേണ്ടിയിട്ട് എന്താണ് PSC ഇതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുന്നത് എന്താണ്? ജനുവരി 27 2021 ജനുവരി 27 പരീക്ഷ നടക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? എങ്ങനെ പഠിച്ചു തുടങ്ങണം? 2 മാസമേ ഉള്ളൂ. ശരിക്കും നമുക്കറിയാം 2 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ 4 സെമിസ്റ്ററിലായി പഠിച്ച കുറേ കാര്യങ്ങൾ എന്താണ് ഇവിടെ ഉണ്ട് അല്ലേ? 4 സെമിസ്റ്ററായിട്ട് PGക്ക് പഠിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ സിലബസ് കൊടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കുക എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിലാദ്യം തന്നെ സിലബസ് ആണ് അല്ലേ? സിലബസ് എന്ന് പറയുമ്പോൾ PG ലെവൽ സിലബസ് അത് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ടൈം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട് ടൈം? യെസ്, ഇപ്പം നവംബർ ഒരു 17th ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മാസം തന്നെ കൂട്ടിയാൽ മതിയാവും. ജസ്റ്റ് 2 മാസം തന്നെ കൂട്ടിയാൽ മതി അല്ലേ? ഒരു നവംബർ 18th അല്ലേ, ഡിസംബർ ജനുവരി അല്ലേ, പിന്നെ ഒരു 5 ഡേയ്സ് കൂടി നമുക്ക് കിട്ടും. എനിവേ ഒരു 2 മാസം, ഒരു 60 ദിവസമാണ് നമുക്ക് മാക്സിമം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മളത് പഠിച്ചെടുക്കണം. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക? ഇത് ഒബ്ജക്റ്റീവ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്താണ്, ഇത് PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി ടു PG ലെവൽ വരെയുള്ള അല്ലെങ്കിൽ PG ലെവൽ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ പ്രാക്ടീസ് അല്ലേ, കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു നോക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ സിലബസ് കൊടുത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അല്ലേ? മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയിലും അല്ലെ, പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ MSc ഫിസിക്സിന് വേണ്ട ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സിലബസിൽ അവർ പല സെമിസ്റ്ററിലായി പഠിച്ച പേപ്പേഴ്സ് ആണ് ഇവിടെ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്താണ് ലഗ്രാഞ്ചിയൻ അല്ലെ കോർഡിനേറ്റ്സും അതുപോലെ തന്നെ എന്താണ് ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് അല്ലെ. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബേസിക് ഇക്വേഷൻസ് മതിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി ആണ്. ഓക്കെ, ഇത് ശരിക്കും എന്താണ് കംപ്ലീറ്റ് പ്യുവർ മാത്തമാറ്റിക്സ് സ്റ്റൈലുള്ള തന്നെയാണ്. കാരണം ഇതിൽ കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? ഗാമ ഫംഗ്ഷനും ബീറ്റ ഫംഗ്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, ഡെൽറ്റ ഫംഗ്ഷൻ ഒക്കെ. അതൊക്കെ കുറച്ച് വളരെ ബ്രോഡായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്പെരിക്കൽ ഹാർമോണിക്സ് അല്ലേ, പിന്നെ അതുപോലെ തന്നെ ലോറന്റ് എക്സ്പാൻഷൻ ഒക്കെ ഉണ്ട്, ഇന്റഗ്രൽ ഫോർമുല ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്യുവർ മാത്തമാറ്റിക്സ് തന്നെയാണ് ഗ്രൂപ്പ് തിയറി അല്ലേ. നമുക്കറിയാം MSc മാത്സിൽ പഠിക്കുന്ന മെയിൻ ഒരു ഏരിയ ആണ് ഗ്രൂപ്പ് തിയറി. അപ്പൊ ഈ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഗ്രൂപ്പ് തിയറി ഒക്കെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് നോക്കേണ്ടത്. ഇനി മൂന്നാമത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇവിടെ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെ, ഒപ്പാമ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും അല്ലെ പല ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. പിന്നെ അവിടെ പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ റിസീവേഴ്സ്, FM ട്രാൻസ്മിറ്റർ, പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് സിസ്റ്റംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അല്ലെ കുറച്ചുകൂടി ടഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇവിടെ എന്തൊക്കെ കുറെ വെക്ടർ സ്പേസ്, കുറെ ഓപ്പറേറ്റേഴ്സ് അല്ലേ, പിന്നെ പെർട്യൂർബേഷൻ തിയറം ഉണ്ട്. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യൽ ആൻഡ് ടോട്ടൽ ക്രോസ് സെക്ഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. PGക്ക് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളത്
മാറ്റുന്ന സമയത്ത് ആണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരും അല്ലേ. കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ബീറ്റ ഫംഗ്ഷന്റെ ഫോം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ച ബീറ്റ ഫംഗ്ഷൻ മതിയാവണമെന്നില്ല, കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കിത് ടഫായിട്ട് പലപ്പോഴും തോന്നാറുള്ളത്. അഞ്ചാമത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ് അല്ലേ. ഇപ്പൊ തെർമോഡൈനാമിക് ബിഹേവിയർ, ഐഡിയൽ ഫെർമി ഗ്യാസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. 6th ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് അല്ലേ. വളരെ ബ്രോഡായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള സംഭവമാണ്. ഇത് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒക്കെയാണ്. പക്ഷേ അതൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് എത്രത്തോളം നമുക്ക് ആ പരീക്ഷയിൽ അത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല. ഒരു HSST എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു അല്ലേ, ഈ ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവും, ഒരു 5-6 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവും എന്ന് ഉറപ്പിക്കായിരുന്നു. എനിവേ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, സ്പിൻ ഓർബിറ്റൽ സിസ്റ്റം, പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ പഠിച്ചു പോയാൽ മതിയാവുള്ളൂ. പിന്നീട് ഇതിലുള്ള എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഉണ്ട് അല്ലെ. ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ കൂപ്പർ പെയർ അല്ലെ പഠിച്ചതാണ്. അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പി ഉണ്ടാവും അല്ലെ, കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ച ആളുകൾ, അതിൻ്റെ ഒരു സബ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. എനിവേ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. പിന്നെ മൈക്രോ പ്രൊസസ്സറാണ് അല്ലെ, 8085 8 ബിറ്റ് 16 ബിറ്റ് ഒക്കെ നമ്മൾ പല ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എ ടു ഡി കൺവേർട്ടേഴ്സ്, അക്കാര്യങ്ങളൊക്കെ ഇവിടെ വേണം. പിന്നെ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെ, ആ ഒരു ഹിസ്റ്റോറിക്കലായുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. എങ്കിലും 8085 കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായിട്ട് ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ആണ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ലേസർ ഇവിടുത്തെ പലപ്പോഴും ചോദിക്കാറുള്ളത്, ഒരു ടൈപ്സ് ഓഫ് ലേസറുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ, ഏത് ലേസർ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളത് നമ്മൾ എന്തായാലും പഠിച്ചേക്കണം. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലെ, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിനുള്ളിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാഡിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ, ഇതൊക്കെ നമ്മുടെ പഠിച്ചു വെക്കേണ്ടത്. എനിവേ നമുക്ക് അടിയിൽ എഴുതി കാണാൻ നോട്ടിൽ അല്ലേ. ഇതിൽ നിന്നല്ലാതെ കുറച്ച് ടോപ്പിക്സ് കൂടി ചിലപ്പോൾ എന്തായിരിക്കാം ചോദിച്ചെന്ന് വരാമെന്നുള്ളതാണ്. കൂടാതെ ഈ മോളിൽ പറഞ്ഞ എല്ലാ 10 ഏരിയന്നും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചോദിക്കുന്നു ഉറപ്പ് പറയുന്നില്ല എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല വന്നെങ്കിൽ നമ്മൾ പറയും ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, ഇതാണ് അതിൻ്റെ ഹയസ്റ്റ് ലെവലായുള്ള PG സിലബസ് കൊടുത്തത്. ഇതിൻ്റെ താഴെയുള്ളതും ആവാം, ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഹൈ ലെവലുള്ളതൊക്കെ ചോദിക്കാം. പക്ഷെ ഹൈ ലെവലിലേക്ക് അധികം പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം നമ്മളൊരു കേരള PSC നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ എത്രയോ ഒരു ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ അതൊരു HSST ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ വരികയെ പോകുക, അതിനപ്പുറത്തേക്ക് പോകാനൊരു ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ സെലക്ട് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അത് നല്ലൊരു അപ്രോച്ചാണെന്ന് വേണേൽ പറയാം. ഉദാഹരണത്തിന് 10 പാടുണ്ട്, എനിക്ക് 4 എണ്ണമാണ് എനിക്ക് വളരെ ഈസിയെങ്കിൽ ആ 4 എണ്ണം നന്നായിട്ട് പഠിക്കുക, മറ്റേലൊക്കെ ബേസിക്സും പഠിക്കുക. അങ്ങനെയാകുമ്പോൾ 4 എണ്ണത്തിൽ നിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഇത് ഇരുന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരു ഗസ്സിംഗ് ഒന്നും ഒരിക്കലും നടക്കൂല ഇവിടെ. മറ്റേ വലിയ പരീക്ഷയ്ക്ക് നമ്മൾ ഗസ് ചെയ്യാറുണ്ട് അല്ലേ. ജസ്റ്റ് ഒരു PG കഴിഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് ഓപ്ഷൻസ് കണ്ടിട്ട് ജസ്റ്റ് ഗസ് ചെയ്ത് വരാനൊന്നും പറ്റൂല. കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗസ്സിങ്ങിന് ആളുകൾ മുതിരാണ്, അവർ നെഗറ്റീവിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയും മുകളിലേക്കും പോകില്ല. നമുക്കറിയാലോ മെട്രോളജിയിലെ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടല്ല ആ പരീക്ഷയിലേക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, പക്ഷേ എത്ര സ്റ്റാൻഡേർഡ് അല്ല, കുറച്ചുകൂടി അവിടെ ഡിഗ്രി ലെവൽ +2 ലെവലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു. അതിൽ തന്നെ ഏകദേശം ഒരു 45 ഒക്കെയാണ് കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അറിയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ വളരെ കുറഞ്ഞ സ്കോറിൻ്റെ തന്നെ നമുക്ക് മുന്നിലെത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വരുത്താതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കലൊരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പിന്നീട് അറിയിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഫിസിക്സ് ആണ് ഇതിലുള്ള പോർഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ഹാർഡായുള്ള പോർഷൻസ് ആണ്. ഈ 10 പോർഷൻസ് പഠിക്കാന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഒരു നെറ്റ് എക്സാമിന് അല്ലേ, CSIR നെറ്റ് എക്സാമിന് ഒരാൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ ലെവലിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷേ അങ്ങനെ നെറ്റ് എക്സാമിന് തുടർച്ചയായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു പരീക്ഷ വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ ജസ്റ്റ് പഠിച്ചിട്ട് നെറ്റ് എക്സാമിന് നമുക്ക് ഈസി ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തിരിച്ച് സംഭവിക്കും അല്ലേ. നെറ്റിന് വേണ്ടി അത്യാവശ്യം ഒരു കൊല്ലക്കായി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന നല്ലൊരാളാണെങ്കിൽ അയാൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അയാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി വേണം.
അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പം പറയാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.